ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവ്സിൻ്റെ വിഡ്രോസ് ഓപ്പൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൈയുടെ ചില അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ നാളെ പൈഡേ ആണ്, അതിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ റൂബി ടോക്കണിൻ്റെയും ചെറിയ അപ്ഡേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടലി നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാവ്സിൻ്റെ വിഡ്രോ നമുക്ക് നോക്കാം. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിഡ്രോ ചെയ്യാൻ കഴിയും. ആൾറെഡി നിങ്ങൾ ആഡ് ടു ഹോം സ്ക്രീനിൽ ഇതുപോലെ ചെയ്തിട്ടിരിക്കുന്നു കരുതുന്നു. ഇല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഈ കാണുന്ന ഇതുപോലെ ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ വന്നിട്ട് സെൻട്രലിൽ എക്സ്പ്ലോർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന താഴ്ഭാഗത്തായിട്ട് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് പാവ്സിൻ്റെ ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് നമ്മുടെ ഓപ്പണായി വരും. ടെലഗ്രാമിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെരിഫയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മുടെ വെരിഫൈ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. കണ്ടിന്യൂ ഇൻ വെബ്സൈറ്റ് എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഇവിടെ ഈ ക്രോമിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്രോമിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺസ് എത്രയാണ്, എനിക്കൊന്ന് കുറച്ചുകൂടെ കൂടുതൽ അലോക്കേഷൻ ഇപ്പോൾ വരാനാണ് സാധ്യത. മുമ്പ് കുറച്ചാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കാം. വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇവിടെ താഴെ കാണുന്ന യെല്ലോ കളറിലുള്ള നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കൂടുതലായിട്ടൊന്നുമില്ല, സെയിം തന്നെയാണ്. 12,590 എനിക്ക് അലോക്കേഷൻ ആയിരിക്കുന്നത്. ക്ലെയിം എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ രണ്ട് ഓപ്ഷനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ചോ അതല്ല ബൈബിറ്റ് എക്സ്ചേഞ്ചോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സൊളാനയുടെ പാൻഡം വാലറ്റിലോ ഏതാണ് നിങ്ങൾ വാലറ്റ് സെലക്ട് ചെയ്യുന്നത് ആ വാലറ്റിലേക്ക് ഇവിടെ വിഡ്രോ ചെയ്യാം. ഇപ്പോൾ വന്നിട്ട് എക്സ്ചേഞ്ചിലേക്കുള്ള വിഡ്രോ മാത്രമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ അല്ല. ഇത് 18-ാം തീയതിയോടുകൂടി നമുക്ക് ഓപ്പൺ ആകും. അപ്പോൾ ഞാനിതിപ്പോൾ എക്സ്ചേഞ്ചിലേക്കാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൈബിറ്റ് അതുപോലെ തന്നെ ബിറ്റ്ഗിറ്റ്. ബൈബിറ്റ് ഇപ്പോൾ വന്നിട്ട് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ അല്ല. എൻ്റെ കയ്യിൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ അതിൽ ട്രേഡിങ് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ വിഡ്രോ ചെയ്യുന്നില്ല. ബിറ്റ്ഗിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് യെസ് ഒരു ബിറ്റ്ഗിറ്റ് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. എനിക്കുണ്ട്, അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബിറ്റ്ഗിറ്റിൻ്റെ UID കൊടുക്കണം. അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കണം. ബിറ്റ്ഗിറ്റിൻ്റെ UIDയും ഡിപ്പോസിറ്റ് അഡ്രസ്സും ബിറ്റ്ഗിറ്റുള്ള എല്ലാവർക്കും അറിയാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബിറ്റ്ഗിറ്റിൻ്റെ UID കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പോയി അസറ്റിൽ പോയിട്ട് അവിടെ ആഡ് ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് പാവ്സ് PAWS ഈ കാണുന്ന ഇത് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഡിപ്പോസിറ്റിങ് അഡ്രസ്സും കിട്ടും. അപ്പോൾ ആ രണ്ട് അഡ്രസ്സും കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ UIDയും ഡിപ്പോസിറ്റിങ് അഡ്രസ്സും ഇവിടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു 3% നമ്മുടെ മൈനസ് ആകും. ഓക്കെ. വീണ്ടും ഒന്നുകൂടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഫിനിഷ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3% എത്രയാണോ ടോട്ടൽ നമുക്ക് കണ്ടത് അതിൻ്റെ ഒരു 3% കുറച്ചേ നമുക്ക് വരത്തുള്ളൂ. ഒരു ഗ്യാസ് വില പിടിക്കുകയാണ്. 12,213 ടോക്കൺ എനിക്ക് ബിറ്റ്ഗിറ്റിലേക്ക് വിട്ടുകിട്ടും. അപ്പോൾ 18-ാം തീയതിയോടുകൂടി ആയിരിക്കും എൻ്റെ ട്രേഡിങ് ആരംഭിക്കുക. ട്രേഡിങ് ആരംഭിക്കുന്ന ഒരു ടൈമിൽ ഞാനത് സൂചിപ്പിക്കും. അപ്പോൾ നമുക്ക് പൈയുടെ അതുപോലെ തന്നെ റൂബിയുടെ ചില അപ്ഡേറ്റുകളുണ്ട്, അങ്ങോട്ട് നോക്കാം. നമ്മളെല്ലാവരും പൈ മൈനിങ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ മൈനിങ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെ മൈനിങ് റേറ്റ് കൂട്ടാം എന്നുള്ള ഒരു ട്രിക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് റേറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി സർക്കിൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് 100% സ്പീഡുണ്ട്. അതുപോലെ തന്നെ ഞാൻ 3 വർഷത്തേക്ക് ലോക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ എനിക്ക് ഫുൾ സ്പീഡുണ്ട്. സെക്യൂരിറ്റി സർക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക. അതിനുശേഷം അവിടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള പിന്നെ ഒന്നാണ് നമ്മുടെ റെഫറൽ ടീം. എത്രയുള്ള റെഫറൽ ടീം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് മൈനിങ് സ്പീഡ് ഉണ്ടാകും. പിന്നെ ഒന്നാണ് ഈ കാണുന്ന
യൂട്ടിലിറ്റി ബോണസ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ നോക്കുക, നിങ്ങളുടെ എത്രയാണ് ഈ സ്പീഡെന്ന് നോക്കുക. നിങ്ങളുടെ ചിലപ്പോൾ 0.12 ആയിരിക്കും, ചിലർക്ക് 0.00 ആയിരിക്കും, 0.15 ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സ്പീഡ്. എൻ്റേതും അങ്ങനെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഞാനിതിൽ ഇതിപ്പോൾ 0.28 ആയി. ഇത് വളരെ നമുക്ക് കൂട്ടാൻ കഴിയും. ഇത് എങ്ങനെ കൂട്ടാൻ കഴിയും എന്നുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം താഴെ നോഡ് ബോണസ് ഉണ്ട്. അത് നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പൈ ബ്രോഷർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പൈ ബ്രോഷർ ഓപ്പൺ ചെയ്യുകയാണ്. പൈ ബ്രോഷർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ പേജിൽ വന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ അല്പം ഒരു ടൈം എടുത്താണ് വന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ മെയിൻ പേജിൽ നമുക്ക് കാണാൻ കഴിയുക. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രൊഫൈലിൽ എങ്ങനെയാണ് നമ്മുടെ ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നില്ല. കുറേ പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 10-28 ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഇതുവരെ വീണ്ടും ഒരു 3 റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അയച്ചിട്ടുള്ള എല്ലാവരുടെയും റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ റിക്വസ്റ്റ് അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് അയയ്ക്കുക. ഈ കാണുന്ന ഇതാണ് എൻ്റെ യൂസർ നെയിം, ഷിബു CR എന്ന് പറയുന്നതാണ് എൻ്റെ യൂസർ നെയിം. ഈ യൂസർ നെയിമിൽ ഇവിടെ റിക്വസ്റ്റ് അയയ്ക്കുക. ഈ പ്രൊഫൈലിൽ വന്നിട്ട് റിക്വസ്റ്റ് അയയ്ക്കുക, എനിക്ക് റിക്വസ്റ്റ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒന്നാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഫയർ സൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതിൽ കുറച്ച് പെർമിഷൻസൊക്കെ ഇങ്ങനെ ചോദിക്കും. ആൾറെഡി ഞാനിത് 2-3 പ്രാവശ്യം 2 ദിവസമായിട്ട് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കാണുന്ന ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന പ്ലസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് ആഡ് ഫയർ ടു ദ പോസ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗെറ്റ് മോർ ടോക്കൺസ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു പൈ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ 100 ടോക്കൺ കിട്ടും. 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 1000 കിട്ടും. 100 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 10,000 ടോക്കൺ കിട്ടും. നമ്മളിത് പേയ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കുറേ പരസ്യം കാണുമ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ അവിടെ മൈനിങ് സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ എല്ലാ 8 മണിക്കൂറിലും 5 പരസ്യം നമുക്ക് കാണാൻ കഴിയും. 5 പരസ്യം കാണുമ്പോഴും 5 ടിക്കറ്റ് നമുക്ക് കിട്ടും. ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ മൈനിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. വാച്ച് ആഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആക്ച്വലി ഇന്ന് 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പരസ്യം വന്നു. പരസ്യം ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇതുപോലെ കാണും. ഇവിടെ നമുക്ക് ഒരു ടോക്കൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും. വീണ്ടും ഒരു 4 പരസ്യം കൂടെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ 4 പരസ്യവും നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ ഞാൻ ഒരു പരസ്യം കൂടെ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, കണ്ടു കഴിഞ്ഞപ്പോൾ 2 ടോക്കൺ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോക്കൺ കൊണ്ട് ടോക്കൺ കൊണ്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വന്നിട്ട് ഇനി ചെയ്യേണ്ടത് വന്നിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ ഹോം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഹോം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പരസ്യം ഇവിടെ വന്നു. അപ്പോൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം പ്ലസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7,919 കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 7,920 ആകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തതാണ്. പേ 1 ടോക്കൺ ഇത് ഇവിടെ കൊടുക്കുക. അപ്പോൾ 7,920 ആയി. വീണ്ടും നമുക്ക് വേണമെങ്കിൽ എൻ്റെ 2 ടോക്കൺ ഉണ്ട്. വീണ്ടും പേ 1 ടോക്കൺ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുമ്പോൾ 21 ആയി. അങ്ങനെ ഈ കാണുന്ന ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിത് ഇങ്ങനെ ടോക്കൺ കളക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ പേ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാ 8 മണിക്കൂറിലും 5 പരസ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ദിവസം 3 പ്രാവശ്യം അവസരമുണ്ട്. അപ്പോൾ ഈ മൈനിങ് ഇൻക്രീസ് ആകുന്നത് അടുത്ത ദിവസം 24 മണിക്കൂർ നിങ്ങളുടെ മൈനിങ് സർക്കിൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൈ നെറ്റ്വർക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈനിങ് സ്പീഡ് ഇവിടെ നിങ്ങൾക്ക് കൂടിയതായിട്ട് കാണാൻ കഴിയും. ഇവിടെ 0.28 ആണ്. ഇപ്പോൾ ഞാനിത് ഇന്ന് 2 പ്രാവശ്യം ആൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതെനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റെല്ലാവർക്കും നമ്മൾ പറയുമ്പോൾ
അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, മൈനിങ് സ്പീഡ് നമുക്ക് കൂടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ മൈനിങ് സ്പീഡ് ഇപ്പോൾ വളരെ സ്ലോ മൈനിങ് ആണ്. റെഫറലൊന്നും ഇല്ലാത്തവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു കോയിൻ കഷ്ടിച്ചൊരു ദിവസം കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് റൂബി ടോക്കണിലേക്ക് പോകാം. അപ്പോൾ റൂബി ടോക്കണിൽ തുടക്കം മുതലേ എൻ്റെ കൂടെ മൈൻ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, റീസെൻ്റ്ലി ജോയിൻ ചെയ്ത കുറേ പേരുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയാൻ റൂബി ടോക്കണിൻ്റെ മൈനിങ് റേറ്റ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. റൂബി ടോക്കണിൻ്റെ മൈനിങ് റേറ്റ് 0.625 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വന്നിട്ട് 1.25 ഇപ്പോൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ റെഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ റെഫർ ചെയ്യുക. റെഫർ ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക, ഇതിൻ്റെ ഏണിംഗ് റേറ്റ് കൂട്ടാൻ കഴിയുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ മൈനിങ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ഓപ്പണായി വന്നതിന് ശേഷം ഈ കാണുന്ന മൈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ട്രസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ട്രസ്റ്റ് സർക്കിൾ എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ മൈനിങ് ടീമിലുള്ളവരെ എന്ത് ചെയ്യുക, ഒരു 5 പേരെ നിങ്ങളുടെ ട്രസ്റ്റ് സർക്കിളിൽ ആഡ് ചെയ്യാൻ കഴിയും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈനിങ് സ്പീഡ് കൂട്ടും. അപ്പോൾ ഞാനിവിടെ ആഡ് മെമ്പർ കൊടുക്കുകയാണ്. ആഡ് മെമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ റെഫറൽ ടീം ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഇപ്പോൾ റെഫറൽ ടീം ഞാൻ നോക്കുകയാണ്. എൻ്റെ കൂടെ തുടക്കം മുതലേ ജോയിൻ ചെയ്തവരെയൊക്കെ ഞാനിപ്പോൾ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് മൈനിങ് സ്പീഡ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത് സന്തോഷിനെ ഞാൻ ആഡ് ചെയ്തു, അരുണിനെ ഞാൻ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാനിങ്ങനെ 2-3 പേരെ കൂടെ ഇപ്പോൾ ഓൾറെഡി ഇനി ഇത് 2 മണിക്കൂറാണ്. ബാക്കി ഞാൻ 1-2 പേരെ കൂടെ ആഡ് ചെയ്യും. 2 മണിക്കൂറാണ് ഇതിന് ടൈം. ഈ 2 മണിക്കൂറിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ മെയിൻ പേജിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ മേൽഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെൽ ഐക്കൺ കാണും. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വന്നിട്ടുണ്ട്. ട്രസ്റ്റ് സർക്കിളിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്തത് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ അതിൻ്റെ എനിക്ക് ഇവിടെ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെയും വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ RBL RBG ടോക്കൺസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും. ഇത് വന്നിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് പൈ ടോക്കണിനേക്കാളും വാല്യൂവിൽ ഇത് ലിസ്റ്റ് ആകാനാണ് സാധ്യത. ഇതിൽ വലിയൊരു കോയിൻ കൂടുതൽ ആരുടെ കയ്യിലുമില്ല. ടോപ്പിൽ നിൽക്കുന്ന ആളിൽ 46,000 ടോക്കണാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ലിസ്റ്റിംഗ് ഉണ്ടായി. ഇപ്പോൾ ഇത് ഉടനെ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ 6 മാസം എടുക്കാം, 1 കൊല്ലം എടുക്കാം, 2 കൊല്ലം വരെ ഇനി എടുക്കാം ഇതിൻ്റെ റിസൾട്ട് വരാൻ, അല്ലെങ്കിൽ ലിസ്റ്റ് ആകാൻ. പക്ഷേ ലിസ്റ്റ് ആകുമ്പോൾ നല്ലൊരു വാല്യൂ വരും. ഇതിൻ്റെ KYC സ്ലോട്ട് പലർക്കും ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് KYC സ്ലോട്ട് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ KYC സ്ലോട്ട് ഓപ്പൺ ആകുന്നതിനനുസരിച്ച് ഞാൻ KYC എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയും. മിനിമം 30 കോയിൻ നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 30 ദിവസമെങ്കിലും മിനിമം കഴിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ KYCയുടെ സ്ലോട്ട് വരത്തുള്ളൂ. സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് KYC ചെയ്യാൻ കഴിയും. എൻ്റെ റെഫറലിലുള്ള എല്ലാവർക്കും ഇതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് KYC ഞാനത് RBL ടോക്കൺസ് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെല്ലാം മൈനിങ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ എയർ ഡ്രോപ്പുകൾ ഞാൻ ജോയിനിലോ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക, കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആയിരിക്കുക, നല്ലൊരു പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.